ചങ്ങനാശ്ശേരി അതിരൂപതയുടെ AKCC ചങ്ങനാശ്ശേരി അതിരൂപതയും ഇന്നേറെ ആദരിക്കപ്പെടുകയാണ്. കാരണം നമ്മുടെ സമൂഹം പൊതുസമൂഹത്തിന് സംഭാവന നൽകിയ 2 മഹത് വ്യക്തിത്വങ്ങളെ നമ്മൾ അവാർഡ് കൊടുത്ത് ആദരിക്കുകയാണ്. അതിൽ പ്രത്യേകമായിട്ട് അവർ 2 പേരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി റോഷി അഗസ്റ്റിൻ, അദ്ദേഹം പൊതു രംഗത്ത് ഒരു മന്ത്രിയായിട്ടൊക്കെ പ്രശോഭിക്കുന്നത് നമുക്കെല്ലാവർക്കും വലിയൊരു അഭിമാനമാണ്. അദ്ദേഹം നമ്മുടെ സമുദായ അംഗമാണ് എന്ന് പറയാൻ നമുക്ക് വലിയ സന്തോഷമാണ്. അതോടൊപ്പം ഫ്രാൻസിസ് സാറും ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയില്ലാതെ അമ്മയായ സഭ എവിടെയെല്ലാം ദുർബലയാക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം കരുത്തോടെ ഈ സഭയെ പ്രതിരോധിക്കാനായിട്ട് കടന്നു വരാം. ക്രൈസ്തവ സമുദായത്തെ ദുർബലമാക്കുന്നത് ക്രൈസ്തവർ തന്നെയാണെന്നുള്ള ഒരു ആത്മവിമർശനമാണ് എനിക്കുള്ളത്. സമുദായം ഒത്തിരി പേരെ വളർത്തിവിട്ടിട്ടുണ്ട്. പല മേഖലകളിൽ, പല വിദ്യാഭ്യാസ രംഗത്തും മറ്റെല്ലാ രംഗങ്ങളിലും അനേകരെ വളർത്തിവിട്ടിട്ടുണ്ട് ഈ സഭ. പക്ഷെ അവർ തിരിച്ച് സഭയെ വളർത്തുന്നുണ്ടോ? സഭയ്ക്കൊരാവശ്യം വന്നാൽ പൊതുസമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുമോ സഭയ്ക്ക് വേണ്ടി എന്നുള്ള ചോദ്യമാണ് പലപ്പോഴും ഉത്തരം കിട്ടാതെ പോകുന്നത്. അഭിമന്യ പൗത്യ പിതാവൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് സഭ എവിടെയെല്ലാം ആക്രമിക്കപ്പെടുന്നോ, എവിടെയെല്ലാം ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തപ്പെടുന്നു, അവിടെയെല്ലാം സഭയെ പ്രതിരോധിക്കാൻ മറ്റെല്ലാം മറന്ന് ചാടി ഇറങ്ങണം എന്ന് തന്നെയാണ്. അദ്ദേഹം ഈ ചങ്ങനാശ്ശേരി എന്ന കൊച്ചു പട്ടണത്തിൽ ഇരുന്നുകൊണ്ട് കേരളത്തിലും ഭാരതത്തിലുമൊക്കെ സഭ എവിടെയെല്ലാം പ്രതിരോധിക്കപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നോ അവിടെയെല്ലാം അദ്ദേഹം കടന്നു വന്നത് നമ്മൾ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മന്ത്രി ശ്രീ റോഷിക്ക് 6:30 മണിക്ക് നെടുമ്പാശ്ശേരിയിലെത്തണം. അതുകൊണ്ട് നമ്മളൊരു 4:00-ക്കെങ്കിലും അദ്ദേഹത്തെ വിട്ടാലേ കാര്യം നടക്കത്തുള്ളൂ. എൻ്റെ പിൻഗാമികളും അത് മനസ്സിൽ വെക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു കൊച്ചു ആശയം മാത്രം ഞാൻ പറയുന്നു. സമുദായ ബോധം വർഗീയതയല്ല. നമുക്ക് പലപ്പോഴും ഒരു വലിയ കൺഫ്യൂഷൻ അവിടെയാണ്. സമുദായത്തെക്കുറിച്ച് പറഞ്ഞാൽ വർഗീയതയായി പോവുമോ? ക്രിസ്ത്യാനി സമുദായത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ വർഗീയതയാണെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുന്നവരൊക്കെ ഉണ്ട്. സമുദായ ബോധം അഭിമാന ബോധത്തിൽ നിന്നാണ് വരുന്നത്. ഒരുവന്റെ വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസ സമൂഹത്തെക്കുറിച്ചുള്ള അഭിമാന ബോധമാണ് സമുദായ ബോധം. വർഗീയത അപകർഷതയിൽ നിന്നാണ് വരുന്നത്. നമുക്കെന്തോ കുഴപ്പമുണ്ട്, ആരൊക്കെയോ നമ്മളെ ആക്രമിക്കാൻ വരുന്നു, ഓടിക്കൂടണമേ എന്ന് പറയുന്ന ഒരവസ്ഥ. അതാണ് മനുഷ്യരെ ആക്രമണകാരികളാക്കുന്നത്. അഭിമാനബോധം ആരെയും ആക്രമിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കില്ല. അത് നമ്മൾക്ക് തന്നെ ഒരു കരുത്തായിട്ട് മാറുന്നു. അത് നമ്മളുടെ നന്മകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതിലേക്ക് മാത്രമേ നയിക്കത്തുള്ളൂ. ദൗർഭാഗ്യവശാൽ വർഗീയത കുറവാണെങ്കിലും സമുദായ ബോധവും നമുക്ക് കുറഞ്ഞുപോയി എന്നുള്ളതാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു വലിയ കുറവ്. അതുകൊണ്ട് ആ മേഖലയിലൊക്കെ ഇടപെടലുകൾ നടത്തുവാൻ AKCC പോലുള്ള സംഘടനകൾക്ക് സാധിക്കട്ടെ. അതിന് ഇത്തരത്തിലുള്ള അവാർഡ് ദാനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി അഭിമാനിക്കുന്ന സമൂഹമായിട്ട് മാറാൻ, ഈശോയെ പ്രതി ലജ്ജിക്കാത്ത ഒരു സമൂഹമായിട്ട് മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.